അങ്ങനെ നമ്മുടെ താത്തക്കുട്ടിയുടെ വീഡിയോ ഒക്കെ ഏകദേശം നിലച്ച മട്ടാണ്. 23 ഷാജിയുടെ വീഡിയോ കണ്ടു. അതിൽ ഷാജി പറയുന്നുണ്ട് താത്ത ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെയല്ല, മിനിയാന്നാണ്. മിനിയാന്ന് 11 മണിക്ക് ഞാനൊരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ ഞാൻ ഗുരുവായൂർ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ ഗുരുവായൂർ വന്നതാണ് മിനിയാന്ന്. ഈവനിങ് വരെ, അതായത് 6 മണി വരെ ഞാൻ ഗുരുവായൂരുണ്ടായിരുന്നു. താത്ത നടക്കലോട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ നടക്ക തന്നെ ഉണ്ടായിരുന്നു. പിന്നെ താത്തയുടെ വീഡിയോയിലും താത്ത നടക്ക വരുന്നത് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു നടപ്പന്തലിൻ്റെ എൻട്രൻസ് ഭാഗത്ത് വന്ന് താത്ത ഒരു ആട്ടമൊക്കെ ആടിയിട്ട് പോവാറുണ്ട്. ഈ പ്രാവശ്യത്തെ ഗുരുവായൂർ വീഡിയോയിൽ ആ ഒരു ആട്ടം കണ്ടില്ല. പകരം മഞ്ജുളാലിൻ്റെ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് മാത്രമാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് റീൽസും കാര്യങ്ങളും ഒന്നും തന്നെ എടുത്തിട്ടില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോ ഏകദേശം നിലച്ച മട്ടാണ്. അപ്പോൾ പലരും പറയുന്നു അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. വാറണ്ട് വന്ന് അറസ്റ്റ് വാറണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. താത്ത അറിഞ്ഞു കാണില്ല ചിലപ്പോൾ. ഇപ്പം താത്തയ്ക്ക് ശരിക്കും മനസ്സിലായല്ലോ അമ്പലങ്ങളിൽ കയറി കളിച്ചാലുള്ള ആ ഒരു അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് ഇപ്പം ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതെ, അറസ്റ്റും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിനോടനുബന്ധിച്ചൊരു കിംവദന്തി കേൾക്കുന്നത്. സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിച്ചു എന്ന് വരെ പറയുന്നവരുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 1-2 അല്ല, 3-4 വാറണ്ടുകളായിട്ട് കിടക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഈ തവണ താത്ത എന്തായാലും ആ ഒരു നടപ്പന്തലിൻ്റെ ചോട്ടിൽ വന്നിട്ട് അവിടെ കയറി കളിച്ചിട്ടില്ല. പകരം മഞ്ജുളാലിൻ്റെ അവിടെയും കളി നിർത്തിയിരിക്കണം. കളി പണ്ടത്തെ പോലെ ഇല്ല. പക്ഷെ മഞ്ജുളാലിൻ്റെ അവിടെ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഗുരുവായൂർ നിന്ന് എടുക്കണം എന്നുള്ളത് നിർബന്ധമാക്കിയ പോലെ ഉണ്ട്. വീഡിയോ എന്തായാലും മഞ്ജുളാലിൻ്റെ അവിടെ വെച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. താത്ത, നീ എന്നെ കണ്ടില്ലേ? നീ കണ്ണൻ്റെ നടയിലോട്ട് വന്നിട്ടില്ലല്ലോ അല്ലേ? എന്തേ നീ ഇപ്പോൾ വരാൻ ഇഷ്ടപ്പെടുന്നില്ലേ? ഇങ്ങനെ കേസുകളും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ടാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണനെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ കണ്ണനെ വരച്ച് ഇത്രയധികം കേസുകൾ വാരിക്കുട്ടിയ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. വല്ലാത്ത ഒരു തരം അവസ്ഥയായിപ്പോയി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാക്കയൊട്ടും ഇല്ല താനും. ഉള്ള കാക്ക വന്നുമില്ല. കണാരേട്ടനാണെങ്കിൽ ഗുരുവായൂർ കൊണ്ടൊന്നുമില്ല. എന്താ പറയല്ലേ, വല്ലാത്തൊരു തരം അവസ്ഥ. വെല്ലുവിളി തുടങ്ങിയിട്ട് പിന്നെ എല്ലാവരെയും കയറി വെല്ലുവിളിച്ചു. ലാസ്റ്റ് ഗുരുവായൂർ ദേവസ്വം തന്നെ കേസ് കൊടുത്തു. അതിന് ശേഷമാണ് ഒരു അടക്കം വന്നത്. എന്നിട്ടും അടങ്ങിയില്ല. രണ്ടാമതും കയറി റീലിട്ടു. അതോടുകൂടി വീണ്ടും കേസ് പോയി. ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പം ശരിക്കും മനസ്സിലായി കാണുമല്ലോ താത്തയ്ക്ക് ഹിന്ദുക്കളുടെ അമ്പലങ്ങളിൽ കയറി കളിച്ചാൽ ഇപ്പോൾ എന്തായിരിക്കും ഗതി. ഇത് ഒരു സ്ഥലത്തെ മാത്രം കാര്യമല്ല. കൊടുങ്ങല്ലൂർ അമ്പലനടയിൽ കയറി റീലിട്ടതിനും കേസ് വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും താത്ത ഇപ്പം നിശബ്ദയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരുത്തിയല്ല. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്തായാലും നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് നോക്കാം. എന്തായാലും നല്ലൊരു ഉഗ്രം പണി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലായിരുന്നു. കാരണം എല്ലാ തവണയും താത്ത വന്നു കഴിഞ്ഞാൽ കാറ് പാർക്ക് ചെയ്യുന്നത് എവിടെയായിരിക്കും എന്നറിയോ? കിഴക്കേ നടയിൽ നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ ആയിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം പതിവൊക്കെ തെറ്റിച്ച് പടിഞ്ഞാറേ നടയിലായിട്ടാണെന്ന് തോന്നുന്നു പാർക്ക് ചെയ്തത്. അവിടെ കണ്ടാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. നടന്നു പോകാൻ എളുപ്പത്തിനായിരിക്കും. എന്നിട്ട് ഇപ്പുറത്തേക്ക് നടന്ന് വന്നു. ഹിന്ദുക്കൾ സമ്മതിക്കില്ല മോളെ, എന്തിനാ ചുമ്മാ വെല്ലുവിളിക്കുന്ന? ഇപ്പം വെല്ലുവിളിയും ഇല്ല, ഒന്നുമില്ല. യാചന മാത്രം ഹിന്ദുക്കളോട്. വരയ്ക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോട്ടോയും പൊക്കിപ്പിടിച്ച് വരും. ഞങ്ങൾ വിശ്വസിച്ചു. 1500 ഫോട്ടോ വരച്ചിട്ടുണ്ട്. ഇപ്പം എന്തായി? വരച്ച് ഒന്നും ഇല്ലാണ്ടായ. സ്വന്തം കഞ്ഞിയിൽ മണ്ണ് വാരിയിടുക അല്ലെങ്കിൽ പാറ്റേനെ പിടിച്ചിടുക എന്ന് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. നീ തന്നെ നിൻ്റെ കഞ്ഞിയിൽ പാറ്റേനെ പിടിച്ചിട്ടു. ആവശ്യമില്ലാത്തതിനൊക്കെ നിന്നിട്ട് ഇപ്പം ആർക്ക് പോയി? അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എല്ലാവരും അറിഞ്ഞു. കാരണം സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് നിനക്കുണ്ടെന്ന് അറിയാം.
എല്ലാവരും മൂടി വെച്ചൊരു സംഭവമാണ്. പക്ഷെ ആർക്കും അങ്ങനെ ഒന്നും മൂടി വയ്ക്കാൻ പറ്റില്ല. നമ്മളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ എന്തായാലും അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞു. ഇതിനെ ഇനി എങ്ങനെ നീ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള ആ ഒരു നിൻ്റെ അടുത്ത മൂവ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു.